ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് കോട്ടയത്തിനടുത്ത് നാട്ടകം, ഇവിടെ ചെട്ടിക്കുന്ന് എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു ആംഗ്ലിക്കൻ കത്തീഡ്രലുണ്ട്. അപ്പോൾ ഇവിടെ വന്നതാണ്. ഇന്ന് ഈ ബഹുമാനപ്പെട്ട തിരുമേനിയിൽ നിന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ടിടയായിത്തീരും. തിരുമേനിയുടെ പേര് ഉലഹന്നാൻ ആൻ്റണി ജോർജ് എന്നാണ്. CMS സഭയുടെ മധ്യ കേരള മഹാ ഇടവകയുടെ ബിഷപ്പാണ്. അപ്പോൾ തിരുമേനിയുടെ ജീവചരിത്രവും അതോടൊപ്പം ആംഗ്ലിക്കൻ സഭകളെക്കുറിച്ചും നമുക്ക് വളരെ വിശദമായി തന്നെ ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ടിടയായിത്തീരും. തിരുമേനി ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഉലഹന്നാൻ ആൻ്റണി ജോർജ്. എൻ്റെ ജീവിതം ഇപ്പോൾ വഹിക്കുന്ന പദവി ഒന്ന് പറയാമോ? ആംഗ്ലിക്കൻ സഭയിൽ, തിരുക്കൊച്ചി ആംഗ്ലിക്കൻ സഭയിൽ, അത് ഇടവക വിഭാജനം നടത്തിയപ്പോൾ എൻ്റെ മഹായിടവക കോട്ടയം സെൻട്രലിലുള്ളതായിരിക്കുന്ന മധ്യകേരള മഹായിടവകയായിട്ട് തന്നിരിക്കുകയാണ്. അതിൻ്റെ കീഴിൽ 18 സഭകളുണ്ട്. 18 സഭകളും 6 അച്ഛന്മാരുമായിട്ട് 18 ഉപദേശിമാരുമായിട്ട് വർക്ക് നടത്തി. തിരുമേനി ജനിച്ച് വളർന്നതൊക്കെ ഏത് സ്ഥലത്താണ്? ആ പശ്ചാത്തലങ്ങളൊന്ന് വിവരിക്കാമോ? ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിൽ തുടങ്ങനാട് ഭാഗത്ത്, അതിനടുത്തുള്ള കലയന്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. അത് കഴിഞ്ഞ് 1954 ഈ പുതിയ പ്രവേശനകാലം വന്നപ്പോൾ അപ്പനും അമ്മയൊക്കെ ഹൈറേഞ്ചിന് പോയി. ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ചിൽ എവിടെയാണ് താമസിക്കുന്നത്? രാജാക്കാടിൻ്റെ അടുത്ത് ഉടുമ്പൻചോല പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ. പിന്നീട് തിരുമേനി വൈദികനാകണം എന്നുള്ള ഒരു താല്പര്യം വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു ദൈവവിളി? വൈദികനാകുന്നതിന് മുമ്പ് എന്തെങ്കിലും മറ്റ് ജോലികളും വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം നിറഞ്ഞ ജോലി സമയമായിരുന്നു. നമുക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു സുവിശേഷ വേലക്കാരനായിരിക്കണമെന്ന്. അമ്മ 1966 സെപ്റ്റംബർ 27 മരിച്ചുപോയി. നമ്മുടെ അന്ത്യമായ ആഗ്രഹമായിരുന്നു. അപ്പോൾ 66 ഞങ്ങളുടെ സ്ഥലം 10 സെൻറ്റ് കൊടുത്ത് അവിടെ ഒരു ആലയം പണിയിച്ചു. അന്നുള്ള വിശ്വാസികളൊക്കെയും എൻ്റെ ആ നടപ്പ് കണ്ടിട്ട് എന്നെ ആ പള്ളിയുടെ കപ്പിയാരാക്കി. ഞാൻ അങ്ങനെ ആംഗ്ലിക്കൻ സഭയിൽ 70 വരെ കപ്പിയാരായിട്ട് തുടർന്നു. 73 സെമിനാരി പഠനത്തിന് പോയി. 73-74 അന്നത്തെ സെമിനാരി പഠനം, അതായത് ഉപദേശി കോഴ്സിൻ്റെ പാസ്സായി. 74 ഉപദേശിയായി. 93 പട്ടക്കാരനായി. 2016 ബിഷപ്പായി. ആ പ്രസ്ഥാനത്തിന് തന്നെ, ആംഗ്ലിക്കൻ സഭയുടെ തന്നെ. ഇങ്ങനെ ഈ സുവിശേഷകനാകാനായിട്ടുള്ള ഒരു ദൈവവിളി എന്തായിരുന്നു? അമ്മയുടെ ആഗ്രഹമായിരുന്നു? അമ്മയുടെ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 11 വയസ്സിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് 16 വയസ്സിൽ സാക്ഷ്യം പറഞ്ഞു. വേദപുസ്തകം പഠിക്കുന്നതിനും ഞാൻ ആ പഠിത്തത്തോട് തന്നെ ഞാൻ അതിൽ കൂടുതലായിട്ട് ആകർഷണനായി തീരുകയും ഓൾ ഇന്ത്യ പ്രയർ ഫെലോഷിപ്പ് PM കുര്യൻ സാറിൻ്റെയും നവജീവോദയം തിരുവല്ലായുടെയും കറസ്പോണ്ടൻസ് കോഴ്സ് തന്നെത്താൻ ആരുടെ നിയോഗമില്ലാതെ എഴുതി അതിൻ്റെ കോഴ്സ് 100% മാർക്കിന് പാസ്സായി. അതൊക്കെയാണ് എൻ്റെ ഈ സുവിശേഷ വേലയ്ക്കുള്ള മലംതിരിവിന് കാരണം. പിന്നെ ഞാൻ വായിക്കുമായിരുന്നു. കിട്ടുന്ന പുസ്തകങ്ങളൊക്കെയും അന്ന് പണം മുടക്കാത്ത കാരണം എനിക്കിതിനെ കൂടുതലായിട്ട് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വായനാശീലം വന്നത്. സഭാപ്രവർത്തനായിട്ട് തുടർന്നതാണ്. ഈ 19 വർഷക്കാലം സഭാപ്രവർത്തനായിരുന്നു. ആ സമയത്ത് വായിക്കാൻ അവസരം ഉണ്ടായി. കല്യാണം 72 കല്യാണം, 73 മോൻ ജനിക്കുന്നു.
76 മോള് ജനിക്കുന്നു. 79 മോനുണ്ടായിരുന്നു. ആ മോൻ മരിച്ചുപോയി. 40 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ. മക്കളെ പഠിപ്പിക്കുക, എനിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് പഠിപ്പിക്കുക, സമ്പത്തുണ്ടാക്കുന്നതിനേക്കാളുപരിയായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് ഒരുക്കുന്ന എൻ്റെ വിദ്യാഭ്യാസ കുറവ് കാരണം എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി നിത്യരോഗിയായിരുന്നുകൊണ്ട് ഒരു 8-9 ഏക്കർ സ്ഥലം എൻ്റെ അപ്പനുണ്ടാക്കിയായിരുന്നു. അതെല്ലാം വിറ്റ് ഭാര്യയെ ചികിത്സിച്ചു. അവസാനം 1 ഏക്കർ സ്ഥലവും ഭാര്യയും ഞങ്ങളുടെ അപ്പൻ 1 ഏക്കർ സ്ഥലം, പിന്നെ ഞങ്ങൾ 3 മക്കളും അപ്പനും ഒറ്റയ്ക്കായി. വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയാണ് ഞങ്ങളെ വളർത്തതൊക്കെ. ആ അമ്മച്ചി എൻ്റെ മോൾക്ക് 2.5 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മാവും വന്ന് കൂട്ടിക്കൊണ്ട് മലബാറിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു. ഏതായാലും 16 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസത്തിൽ എൻ്റെ പെങ്ങന്മാരെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർ പഠിച്ചു, ഹൈസ്കൂൾ വരെ പഠിച്ചതുള്ളൂ 2 പേരും. തുടർന്ന് പഠിക്കാൻ കഴിയാത്തതിന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു എൻ്റെ മക്കളെ പഠിപ്പിക്കണമെന്ന്. അത് കഴിഞ്ഞാണ് മോൻ പഠിച്ച് MSc കഴിഞ്ഞ് മാത്സ് വിഷയമായിട്ടെടുത്ത് പഠിച്ചു. HDS പാസ്സായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇവിടെ എങ്ങും ജോലി കിട്ടിയതില്ല. പിന്നെ പുള്ളി എംപ്ലോയ്മെൻ്റ് നിയമത്തോട് ബാങ്ക് മാനേജരായും അസിസ്റ്റൻ്റൊക്കെ ആയും വർക്ക് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 7 വർഷം ഗവൺമെൻറ് ഹൈസ്കൂളിൽ മാത്സ് ടീച്ചറായിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ 2000 ജനുവരി 31 തീയതി വിവാഹിതനായി. അത് കഴിഞ്ഞിട്ട് 3 പിള്ളേർ തനിക്കുണ്ടായി. അതുപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട് 7 വർഷക്കാലം സർക്കാർ സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ആഫ്രിക്കയ്ക്ക് പോകാനായിട്ട് വേറെ സാറിൻ്റെ പത്രപ്രസ്ഥാനം കൊണ്ട് അദ്ദേഹം ആഫ്രിക്കയ്ക്ക് പോയി. അതിനിടയ്ക്ക് എൻ്റെ ഭാര്യ മരിച്ചുപോയി, ഒരു മോൻ മരിച്ചുപോയി. അങ്ങനെ ഈ കഴിഞ്ഞ മാസം എൻ്റെ പാപ്പരിക്കലുണ്ടായിരുന്ന മോൻ്റെ ഇളയ കൊച്ച് +2 ട്രയൽ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ പനിയായിട്ടതും 1 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ആ കുട്ടിയെ മരിച്ചു. അതിനവിടെ വളരെ പണം ചിലവാക്കി. അവിടെയുള്ള ദൈവമക്കളും ആ രാജ്യം മുഴുവൻ ഒന്നടങ്കം സഹായിച്ചു. ചികിത്സ ചിലവും ഇവിടെ കൊണ്ടുപോകാനുള്ള പണമൊക്കെ മുടക്കി തന്നു. ഞങ്ങൾ അതിൻ്റെ ചികിത്സ ഇപ്പം അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ 15 ദിവസം അവിടെ കൊണ്ട് നടക്കിയിട്ട് ദുഃഖാർത്തരമാണ്. അടുത്ത ശനിയാഴ്ച അവർ മടങ്ങിപ്പോവും. അതുകൊണ്ട് ആ അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ ജീവിതം. ഓക്കെ. തിരുമേനി, ഈ CMS സഭയെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ഈ CMS ആംഗ്ലിക്കൻ സഭ? അത് കേരളത്തിൽ എത്ര സഭകളുണ്ട്? എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്? ഇങ്ങനെയൊരു സഭ രൂപീകൃതമാകാനുള്ളൊരു പശ്ചാത്തലം എന്താണെന്ന് വിവരിക്കാമോ? ഇതിൻ്റെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ വേദനാജനകമായിരിക്കുന്ന മാർഗങ്ങളുണ്ട്. 100 കണക്കിന് വർഷമായിരിക്കുന്ന ആംഗ്ലിക്കൻ സഭയുടെ നിലവിലിരുന്നു. എന്നാൽ വെള്ളക്കാർ 1947 ഇവിടുന്ന് പോകാൻ നിർബന്ധിതമായപ്പോൾ ഇവിടെ CMS സഭ കോളേജുകൾ, ഹൈസ്കൂളുകൾ, മെഡിക്കൽ സ്കൂളുകൾ, CMS കോളേജ്, പ്രസ്സൊക്കെയും CMS സഭയുടെ ആധിപത്യത്തിൽ വെള്ളക്കാർ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അതർവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ സഭ അതിലുണ്ടായിരുന്നത് ഇവിടുത്തെ വിവിധ ജാതികളിൽപ്പെട്ട അതർവർ വന്ന് അതിൽ ഭാഗമാക്കുകയും ക്രിസ്തുമതം സ്വീകരിച്ച് ദൈവസഭയുടെ അംഗമായി തീരുകയും ചെയ്തു. എന്നാൽ മിഷണറിമാർ ഇവിടെ വന്ന് അവരെ പഠിപ്പിച്ച് വേദം പഠിപ്പിച്ച് വിലയ്ക്ക് വാങ്ങി. അതൊക്കെ ഈ കോട്ടയത്തിനടുത്ത് ആ സ്ഥലമൊക്കെ ഉണ്ട്. അടിമ കച്ചവടം നടന്ന സ്ഥലം കോട്ടയത്തിന് ഇപ്പോഴും അടുത്തുണ്ട് ആ സ്ഥലങ്ങളൊക്കെ. ആ അടിമ വ്യാപാരത്തിന് അവരെ വിലയ്ക്ക് വാങ്ങി, അവരെ വേദം പഠിപ്പിച്ചു, ആഹാരം കൊടുത്തു, തുണി മേടിച്ചു തന്നു. അവർക്ക് പഠിക്കുവാനായിട്ടുള്ള സ്കൂളുണ്ടായി. ആ സ്കൂളുകളിൽ ഉപദേശിമാരെ നിയമിച്ചു. അവർക്ക് 2 ജോലിയായിരുന്നു. ഒന്ന് ആശാൻ സ്കൂളിലും പഠിപ്പിക്കണം, സഭയെ നടത്തണം. സഭയുടെ ഉപദേശകന്മാരായിട്ടിങ്ങനെ യോഗ്യമുള്ളവരെ അവർ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. പഠിപ്പിച്ചെടുത്ത് അവരച്ഛന്മാർ ഉപദേശിമാരൊക്കെയായി അവർ അങ്ങനെ വളർന്നു വന്നു. അവസാനം ആ സഭ വളർന്ന് കോട്ടയത്ത് വലിയ പ്രസ്ഥാനമായി തീർന്നു. 1947 അവരിവിടുന്ന് പോകുമ്പോൾ CMS സഭ ചരിത്രം സൃഷ്ടിച്ച് വളരെ അതിന് ബ്രാഞ്ചുകളുണ്ടായി. കേരളത്തിലും അടുത്ത നാടുകളിലൊക്കെ അത് പരന്നു വികസിച്ചെന്നാൽ അവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ 47 പോയി കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് സഭാവിശ്വാസികൾക്ക് കൈപ്പേറിയ കാര്യങ്ങളാണ് അനുഭവപ്പെട്ടത്. തക്കതായിരിക്കുന്ന
അച്ഛന്മാരുണ്ട്, 10-12 അച്ഛന്മാരുണ്ടായിരുന്നു. അവിടെ ഉപദേശിമാർക്ക് തക്കതായിരിക്കുന്ന ആഹാരമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കൊടുക്കുവാൻ കഴിയാതെ വണ്ണം അവിടെ കുടുംബങ്ങളുടെ അംഗങ്ങൾക്ക് തൃപ്തി വരാൻ തക്കവണ്ണം ഒരു സാറിൽ ലഭിക്കുവാൻ തക്കവണ്ണം അവർ 47 മുതൽ 66 വരെ കഷ്ടപ്പെട്ടു. വെറും അടിമത്തത്തിന്, ആദ്യത്തെ അടിമത്തത്തിനേക്കാൾ കൂടുതൽ അടിമത്തം അനുഭവിച്ചെന്നു. പിന്തുടർത്ത അവകാശം കൊടുക്കാൻ ജോലി കൊടുക്കാതെ ഈ 12 അച്ഛന്മാർക്ക് ജോലി കൊടുത്തതിൽ അവർ പറഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് സപ്രേഷൻ പ്രമേയം അവതരിപ്പിച്ചു. അതിൽ നിന്ന് വിജയശിവൻ അല്ല, ആ അച്ഛനല്ലാത്ത ഒരു ബാക്കിയെല്ലാം മടങ്ങിപ്പോയി, ചതിച്ചു. അദ്ദേഹം ഉറച്ചു നിന്നു. അന്ന് കുറച്ച് റിട്ടയർഡ് അധ്യാപകന്മാരുണ്ടായിരുന്നു. അവരെല്ലാം കണ്ടു. ഈ സമൂഹത്തെപ്പറ്റി അറിയാവുന്നതും ചിന്തിക്കുന്നതുമായിരിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് കൂട്ടി ഒരു 10-12 റിട്ടയർഡ് അധ്യാപകരെ തിരഞ്ഞെടുത്തു. അവരെ അച്ഛന്മാരായിട്ട് വെള്ളക്കാരോട് ശുപാർശ ചെയ്തു. അന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു തന്നത് ഇവാഞ്ചലിക്കൽക്കാർ. അവരുടെ നേതൃത്വത്തിൽ ശുപാർശ ചെയ്തായിരുന്നു. ഇങ്ങനെ 66 മെയ് മാസം 5-ാം തീയതി ലോകത്ത് മുഴുവൻ ദർശിക്കത്തക്കവണ്ണം TV സംരക്ഷണത്തോടെ കോട്ടയം തിരുമക്കല വെച്ച് തിരുനക്കര മൈതാനത്ത് വെച്ച് 12 വട്ടക്കാരെയും ഒരു ബിഷപ്പിനെയും വാഴിക്കുവാനിടയായി. അതാണ് ഈ സമൂഹത്തിന് വേണ്ടി വലിയ കണ്ടത്. അന്ന് മുതൽ അത് സെപ്പറേറ്റായിട്ട് തീർന്നു. അത് വളർന്ന് ഇപ്പോൾ 8 ബിഷപ്പന്മാരാൽ 4 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് അവർക്ക് ചെയ്യുന്നു. ഏകദേശം 450ഓളം സഭകൾ ഇന്നതിന് ഈ ആംഗ്ലിക്കൻ പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ട്. ദീർഘകാല റിട്ടയർഡായ ബിഷപ്പന്മാരുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുന്ന ബിഷപ്പുമാർ ഇപ്പോൾ 8 ബിഷപ്പുമാരായിട്ട് ഞങ്ങൾ ഈ സഭ ഭരിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പ് ഇപ്പം മെത്രാപ്പോലീത്തയാണ് ശിവൻ വട്ടപ്പാറ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ്. അദ്ദേഹം അമേരിക്കയിൽ 2 ആർച്ച് ബിഷപ്പുമാരുണ്ട്. ബാക്കിയുള്ളവരും ഞങ്ങൾ ഭദ്രാസനങ്ങളായി തിരിച്ച് ഭദ്രാസന ബിഷപ്പുമാരായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ CMS സഭ മുമ്പോട്ട് പോക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോക്ട്രിൻസ് എന്തൊക്കെയാണ്? ഞങ്ങൾ ഈ CSI ഉണ്ട്, മാർത്തോമ സഭയുണ്ട്, ഇവാഞ്ചലിക്കൽ സഭകളൊക്കെ ഉണ്ട്. അതൊക്കെ സുവിശേഷ വിഹിത സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പമാണല്ലോ ഈ CMS നിൽക്കുന്നത്. CMSകാരാണല്ലോ. അപ്പൊ ഈ CMSന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം എന്താ? CMSന്റെ വിശ്വാസ പ്രഖ്യാപനം ഇവരെ ആംഗ്ലിക്കൻ സഭ എങ്ങനെ വിശ്വാസ പ്രഖ്യാപനം നടത്തി ഇവിടെ വേല ചെയ്തോ അതിൽ നിന്ന് വസ്ത്രധാരണം കൊണ്ടും ഞങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾ മാറ്റിയിട്ടില്ല. പക്ഷേ CSI മർദ്ദനക്കാരോടും യാക്കോറ്റക്കാരോടൊക്കെ അനുകൂലിച്ച് ചില ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷ, സൺഡേ സർവീസ്, ഞങ്ങളുടെ കൈവെപ്പ്, അതായത് കോൺഫർമേഷൻ ശുശ്രൂഷ, അവിടെ ഒന്നും ഞങ്ങളൊരു കൂട്ടുചേർത്തിട്ടില്ല. അതേ തന്നെ പരിഭാഷപ്പെടുത്തി പോകുന്നു. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ തൃത്വവിശ്വാസമടങ്ങുന്ന വേദപുസ്തക വിശ്വാസികളാണ്. സത്യവേദ പുസ്തകം തൃത്വവിശ്വാസത്തിൽ വിശ്വാസ പ്രമാണത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ആരാധനയിൽ അന്നത്തെ ദർശനത്തോടുകൂടി വേല ചെയ്ത ആരോ അദ്ദേഹത്തിൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും മുമ്പോട്ട് പോവുകയാണ്. സഭയുടെ തത്വങ്ങളോ കാനോനികോ ഒന്നും മാറ്റിയിട്ടില്ല. നിക്കാ വിശ്വാസ പ്രമാണമൊക്കെ പിന്തുടരുന്നുണ്ട്. നിക്കാ ആത്താനിക വിശ്വാസ പ്രമാണമുണ്ട്, നിക്കാ വിശ്വാസ പ്രമാണമുണ്ട്, അപ്പോസ്തലിക വിശ്വാസ പ്രമാണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സാക്രമെന്റ്സ്, അതായത് കർമ്മങ്ങൾ, കൂദാശികളൊക്കെ എത്രയാണ്? കൂദാശികൾ പ്രധാനമായിട്ട് 1 സ്നാനം, 2 തിരുവത്താഴം, പിന്നെ 3 കുടുംബജീവിതം കഴിഞ്ഞ് ഉള്ള അതിൻ്റെ ഭദ്രത, അങ്ങനെയുള്ള എല്ലാം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് ഈ സ്നാനം ഒക്കെ എങ്ങനെയാണ്? ശിശു സ്നാനമാണോ അതോ? 2 കാര്യങ്ങൾ മനുഷ്യനുണ്ട്. ഒന്ന് ശിശു സ്നാനം നടത്തുന്നുണ്ട്. അതാണല്ലോ നമ്മളെല്ലാം തരും. അത് കുട്ടിയുണ്ടായി 40 വയസ്സിനുള്ളിൽ 40 ദിവസത്തിനുള്ളിൽ ആൺകുട്ടിക്കും 60 ദിവസത്തിനുള്ളിൽ പെൺകുട്ടിക്കും നടത്തിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വിശ്വസിച്ച സ്നാനപ്പെടാൻ പറഞ്ഞ് ഇതര എന്ന് കൺവെർട്ടഡ് ആയിട്ട് കടന്നു വരുന്നവർക്ക് മുതൽ സ്നാനം കൊടുത്ത് പ്രായം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസയാനത്തിനും മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതായത് പുതുതായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന മുതിർന്ന സ്നാനം കൊടുക്കുന്ന ഒരു, അതായത് പൊതുവെ CMS സഭയിൽ ശിശു സ്നാനമാണ് പിന്തുടരുന്നത് അല്ലേ? ഇപ്പോൾ ഇതിന്റെ മെത്രാപ്പോലിത്തി ആയിട്ടിരിക്കുന്നത് പിന്നെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ വട്ടപ്പാറ തിരുമേനിയാണ് അല്ലേ? അദ്ദേഹം അസ്വസ്ഥനായതുകൊണ്ട് ഒരു കോർഡിനേറ്ററുണ്ട്. ഇപ്പോൾ ഈ CMS സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നേറുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ? മറ്റുള്ള സംസ്ഥാനത്ത് തന്നെ ഞങ്ങൾ
ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 10-32 സഭകളുണ്ട്. വേറെ ഇത് കൂടാതെ മഹാടവരുണ്ട്. അതായത് വേറെ വിഭാഗം അല്ല, ഇപ്പം മെത്രാപ്പോലിത്ത വായിച്ചതായിട്ട് 53 ബിഷപ്പുമാരുണ്ട്. ആന്ധ്രയിലും കർണാടകത്തിലും എല്ലാം ഉണ്ട്. എല്ലാം ഇവിടുത്തെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അസോസിയേറ്റ് നിൽക്കുക. അല്ല, ഇപ്പം ഞങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നിന്നു. ഇപ്പം അവർ അസോസിയേറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു, തമിഴ്നാടുകാരൊക്കെ. ഇപ്പം കേരളത്തിൽ തന്നെ അസോസിയേറ്റ് നമ്മുടെ തിരുവനന്തപുരംകാരൻ MA പോൾ ബിഷപ്പുണ്ട്. അങ്ങനെ പല മേഖല ഇവിടെ തന്നെ ഉണ്ട്. അസോസിയേറ്റ് വേറെ ബിഷപ്പുമാരുണ്ട്. പിന്നെ ഈ അടുത്ത നാൾ ഈ ബാംഗ്ലൂരിനെ കേന്ദ്രമാക്കി 33 പെന്തിക്കോസ്ത് വിഭാഗങ്ങളിൽ നിന്നായിട്ട് കടന്നു വന്ന 200 പേർക്ക് ഞങ്ങളുടെ മെത്രാപ്പോലീത്ത കഴിഞ്ഞ ജനുവരിയിൽ അവർക്ക് കൈവപ്പ് സഹിതം നേരത്തെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 200 പേരെ ഇത് ആക്കി കൈവപ്പിച്ച് ഡീക്കന്മാരാക്കി. അത് കഴിഞ്ഞിട്ട് അവരെ പ്രസിഡന്റുമാരാക്കി. അത് കഴിഞ്ഞ് ബിഷപ്പ്മാരാക്കി 4 പേരെ ആക്കിയിട്ടുണ്ട് ബാംഗ്ലൂര്. അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഇന്ത്യ മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 56-ലധികം ബിഷപ്പ്മാർക്ക് ഈ സ്റ്റീഫൻ പട്ടപ്പാറ ബിഷപ്പ് മെത്രാന്മാരാക്കിയിട്ടുണ്ട്, ബിഷപ്പ്മാരാക്കിയിട്ടുണ്ട്. 18 സ്റ്റേറ്റിലുമുണ്ട്, 18 സ്റ്റേറ്റുകളിലുമുണ്ട്. അപ്പോൾ അത് ആംഗ്ലിക്കൻ സഭയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അത് ഇന്ത്യയിലുള്ള ആംഗ്ലിക്കൻ സഭ. മറ്റവർക്ക് അവർക്ക് വേറെ മറ്റവരെ പോലും CCക്കാർ പോലും കൂട്ടിയിട്ടില്ലല്ലോ ആംഗ്ലിക് സഭയുടെ. അതായത് ആംഗ്ലിക്കൻ സഭയുടെ തറവാട് എന്ന് പറഞ്ഞാൽ ലണ്ടനല്ലേ, ഗ്രേറ്റ് ബ്രിട്ടനല്ലേ. അവിടെയും പ്രശ്നമൊക്കെ ആണല്ലോ അടുത്ത നാളിലുണ്ടായതല്ലോ. അപ്പം ആ രീതി കടന്നു വരുമ്പോൾ വേറെ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു എയ്ഡോ ഒന്നും ഞങ്ങൾക്കില്ല. ഇപ്പം ഇവിടെ ഇല്ല, ഒരു സഭക്കാർക്കും ഇല്ല. പിന്നെ ഞങ്ങളെ ഈ സംസ്ഥാന അവിടെ ഒന്നുമില്ല, സ്വന്തം ജനങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ അവർക്കിഷ്ടമുള്ളത് ദൈവജനത്തിന് കൊടുക്കുന്നു. അതിലൊരു വേതനം അച്ഛന്മാരും ഉദ്ദേശിമാരും കൈപ്പറ്റുന്നു. അപ്പം ഒരു 5-10 സഭ ഈ ഇടവകയുടെ തലത്തിൽ എല്ലാവരും കൊടുക്കും. ബിഷപ്പ് അങ്ങനെ അത് കൂടിയിരിക്കും കുറഞ്ഞിരിക്കും. അങ്ങനെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഞങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഞങ്ങൾ ആലയം പണിയണം, ഇല്ലാത്തടത്തുണ്ടാക്കി കൊടുക്കണം. ഏറ്റവും വലിയ ശ്മശാന ഭൂമിയാണ്. പണ്ട് എവിടെയെങ്കിലും കയറ്റി നമുക്ക് അടക്കാമായിരുന്നു. ഇപ്പം പറ്റത്തില്ല. ഇപ്പോൾ ചേരിയും പറയുമ്പോൾ തിരുമുഴാണ്. അപ്പം എന്നാൽ തന്നെ ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. 2-3 സെൻറ്റൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ വലിയ വിലയല്ലേ. കോട്ടയം പോലുള്ള സ്ഥലത്ത് പോരാത്തന്നെ ഇത് കിട്ടത്തില്ല. ഒരു ശ്മശാന ഭൂമിയോട് ചേർന്ന് വേറെ മത്സ്യം കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് വാങ്ങിക്കാനും കൊടുക്കാനും വളരെ വളരെ അതിൻ്റെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാകുമ്പോൾ പലപ്പോൾ നേരിടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ ഞങ്ങൾ അവർ വന്ന് ഞങ്ങൾക്ക് പള്ളി പണിയിച്ചതാന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും പറയാറില്ല, കൈമലർത്താറുള്ളൂ ഞങ്ങൾ. കാരണം ഞങ്ങളെ സഹായിക്കുന്ന ജനങ്ങളാണ്. പൂർണ്ണ ഒരു എയ്ഡും ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങളുടെ മക്കളോ അല്ലെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വിദേശം വലിക്കുമെങ്കിൽ അവരുടെ ദശാംശമൊക്കെ അയച്ചെന്നാലും ഞങ്ങൾക്ക് ഉള്ളൂ, പള്ളിക്കുള്ളൂ. പിന്നെ ജനങ്ങളാണ് കഷ്ടപ്പെട്ട് മാസവരിയും പിടിയരിയും കൊടുത്ത് അതിൽ നിന്നൊരു അംശം മിച്ചം വെച്ച് ബാങ്കിലിട്ടാണ് ഞങ്ങൾ ഇവിടെ സെല്ലുകൾ പണിയിക്കുന്നതും ആലയം പണിയിക്കുന്നതൊക്കെ. തിരുമേനി ഏതൊക്കെ ഇടവകളിൽ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്? ഞാൻ വൈദികനായിട്ട് 20 ഇടവകളിൽ ചെയ്തിട്ടുണ്ട്. 29 സഭകളിൽ മൊത്തം ഞാൻ ഇരുന്നിട്ടുണ്ട്, അഡീഷണൽ ചാർജും ഒക്കെ ആയിട്ട്. അതിൽ വൈദികനായിട്ട് ഞാൻ 23 വർഷം ഇരുന്ന. അപ്പോൾ ഈ ഇടവകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അനുഭവങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അവിടെയൊക്കെ സാധാരണക്കാരുണ്ട്, മുതലാളിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. കഷ്ടി അങ്ങ് കഴിഞ്ഞു കൂടുന്നവരെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വിദ്യാഭ്യാസം പ്രാപിച്ച് പുറത്തു പോയി ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കുറച്ച് ഡെവലപ്പായിട്ട് താമസിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിനും സംസർഗത്തിനും അനുസരിച്ച് അവർ മാന്യമായിട്ട് ഇടപെടുകയും വിദേശത്തെ പള്ളികളൊക്കെ കണ്ട് അനുകരിച്ച്, കാരണം അവരുടെ പള്ളിയൊക്കെ നല്ലതായി തീരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അവർക്കുള്ളതിൽ നിന്നും പൂർണ്ണമല്ല ഒരു സംഖ്യ തരികയും പള്ളി പണിയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഭൂരിപക്ഷവും ഈ ഇടവകയിലെ ആൾക്കാർ മുഴുവൻ കൃഷിക്കാരാണ്. പിന്നെ കൂലിവേലക്കാർ. അപ്പോൾ കൃഷിക്കാരും കൂലിവേലക്കാരും. കൃഷിക്കാരന് ഇവിടെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ എസ്റ്റേറ്റ് ഉള്ളവരാരും ഇല്ല. റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ മൂല്യങ്ങൾ കുറഞ്ഞു. അതിൻ്റെ ഈ കേരളത്തിലെ മിക്ക എസ്റ്റേറ്റുകളും പണി നടക്കാറില്ല. അതെല്ലാം റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട്, സർക്കാർ ഉത്സാഹിക്കാത്തതുകൊണ്ട് അവിടെ ഒന്നും ഒരു ഡെവലപ്മെൻ്റ് ഇല്ല. പിന്നെ പോയിട്ട് ഇപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പണിയുണ്ട്. അത് സഹോദരിമാർക്ക് മാത്രമല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ലല്ലോ.
എല്ലാവരും അതിന് പോകുന്നില്ല. സർക്കാർ അത് അവർ പഞ്ചായത്ത് മെമ്പറും അവർ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നവരും അല്ലാണ്ട് ഓടിച്ചെന്നൊന്നും കിട്ടത്തില്ല. കാര്യം 85 വയസ്സുള്ള അപ്പാപ്പന്മാരും അമ്മച്ചിമാരൊക്കെ അവിടെ പോയി ഇരുത്താൽ മതി എന്ന് പറയുന്നല്ലാതെ ഈ പറച്ചിലല്ലാതെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. പിന്നെ മനുഷ്യജീവിതമല്ലേ, ദൈവം നമ്മൾ ഉരുവാക്കിയതുകൊണ്ട് ദൈവം തരും, അങ്ങനെയൊക്കെ ജീവിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. തിരുമേനിയുടെ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലകളിൽ, സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ മറക്കാനാവാത്ത പല സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള അവസരങ്ങൾ, അതോടൊപ്പം തന്നെ ദുഃഖം നൽകിയിട്ടുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് സന്തോഷം നൽകിയിരിക്കുന്ന അവസരങ്ങൾ, ഞാൻ 2002 മുതൽ 2020 വരെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലായിരുന്നു എൻ്റെ വർക്ക്. അവിടെ വെച്ചപ്പോൾ തമിഴ്ക്കാരും മലയാളികളും സമ്മിശ്രമാണ് അവിടെ ജീവിക്കുന്നത് മുഴുവനും. മലയാളികളാണ് പാറശാലവും കന്യാകുമാരിക്കാരും, തമിഴ്ക്കാട് തിരുനെൽവേലിക്കാർ ആ ഭാഗത്തു നിന്നൊക്കെ വന്ന അതുണ്ട്. അപ്പോൾ സമ്മിശ്രമായതുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാർ യാക്കുറ്റുകാരുണ്ട്, മർത്തമക്കാരുണ്ട്, ആർസിക്കാരുണ്ട്, പെന്തിക്കോസുകാരുണ്ട്. ഇവരെല്ലാവരും ഒരു പൊരുത്തപ്പെട്ട ഒരു ശുശ്രൂഷ ഞങ്ങൾക്കുള്ള, അല്ലാണ്ട് ഈ പ്രസ്ഥാനം പറഞ്ഞ് അവർ തിരിക്കുന്ന ഒരു ഇടപാടില്ല. അപ്പം നമ്മൾ CSI നിന്ന് പോകുന്നെന്നാലും അവിടെയുള്ള CSIക്കാരും ഞങ്ങളൊക്കെ വളരെ ബന്ധത്തിലായിരിക്കുന്നത്. അവരുടെ പള്ളിക്കടത്ത് എല്ലാം എന്ന് വെച്ചാൽ കമ്പനി എസ്റ്റേറ്റുകളല്ലേ, തേയിലത്തോട്ടങ്ങളല്ലേ, അവിടെ നമുക്ക് സ്വന്തമായിട്ട് എണ്ണ നോക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ സ്ഥലങ്ങൾ മാറി മുളാമല അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് വെച്ചാൽ വളരെ സന്തോഷമാണ്. എന്നുവെച്ചാൽ 5 മിനിറ്റ് നമ്മൾക്ക് വെറുതെ ഇരിക്കാനൊക്കെ ഇല്ല. അപ്പോൾ അടുത്തുള്ളവർ ഒരാൾ രോഗിയായി കിടക്കുന്നു, അന്നേരം CMSലെ അച്ഛനാണോ ഉദ്ദേശിച്ചാണോ ശ്രദ്ധിക്കാറില്ല, അയ്യായി വിളിച്ചുകൊണ്ട് വരാനേ പറയുള്ളൂ. തന്നെയല്ല, നമ്മൾ ഒരു അച്ഛനെ ഉദ്ദേശിച്ചും പാഴ്സേജുള്ള ഒരു പള്ളിയിൽ താമസിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ചെമ്മണ്ണാറ്റിൽ നിന്ന് ശനിയാഴ്ച അവിടെ പോകാറുള്ളൂ. അന്ന് ഞാൻ ഉദ്ദേശിച്ചായിരുന്നപ്പം നമ്മളെ കാണുമ്പോൾ അവിടുത്തെ ആ വാർഡിൽ എങ്ങാണ്ട് 400 ചില്ലുവാൻ ലേബേഴ്സ് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ. അതിൻ്റെ അടുത്ത് പുതുകലും താമസമുണ്ട്. പുതുകലം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് സ്ഥലമുണ്ട് ഇതിൻ്റെ ഏരിയയുടെ പുറകിൽ. അപ്പോൾ അവരൊക്കെയും ഈ കമ്പനി പള്ളികൾ, 2 പള്ളികളുണ്ടെന്ന് കമ്പനി പള്ളി, ഒന്ന് CSI പള്ളി, ഒന്ന് CMS പള്ളിയുള്ളൂ. ബാക്കിയുള്ള ഇതിന് വെളിയിലാണ് പെന്തിക്കോസ് പള്ളികളൊക്കെ. അർദ്ധരാത്രി കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോഴത്തേനും ഈ പശുവൊക്കെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഓരോടി വരും. പ്രാർത്ഥനയിൽ വലിയ വിശ്വാസികളാണ്. അപ്പോഴെനിക്ക് 82 മുതൽ 2019 വരെ അവിടെയുള്ള ജീവിച്ച ആ കാലഘട്ടം ഏറ്റവും അനുഗ്രഹമായിരുന്നു. കാരണം സന്തോഷമുണ്ടായിരുന്നു. തന്നെല്ലാം വീട്ടിലാണെങ്കിൽ വരുമാനമൊന്നുമില്ല, ഒരേ സ്ഥലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് കാരണം ഞാൻ എൻ്റെ ഭാര്യയുടെ കുറച്ച് സ്വർണം വിറ്റ് 2 ഏക്കർ സ്ഥലം കൂടെ വാങ്ങിച്ചു. കൃഷി ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം വീട്ടിൽ ചെന്നാൽ കൃഷിക്കാരനെ എല്ലാ കൃഷിക്കാരെല്ലാം കൃഷി ചെയ്യും. പള്ളിയിൽ പോയി 5 സമയം പോലെ കാണുന്നത്. ശനിയാഴ്ച വൈകിട്ട് ചെന്നാൽ ഈ ക്വാർട്ടേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച സൺഡേ സർവീസും സൺഡേ സ്കൂളും യൂത്ത് ലീഗിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ ഒരു സംയുക്ത കൂട്ടായ്മയുണ്ട്. അങ്ങനെയൊക്കെ നടത്തി തിങ്കളാഴ്ച രാവിലെ പോകാറുള്ളൂ. അപ്പോൾ 5 സമയം പോലും നമുക്ക് കളയാനില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ചിന്ത നമ്മുടെ ഇടയിലേക്ക് വരികയില്ല. ദുഃഖിക്കുന്നവരും ഭാരപ്പെടുന്നവരും രോഗികളും കഷ്ടപ്പെടുന്നവരും ഇന്ന യാതിയൊന്നുമല്ല. അവരടുത്ത് അവർക്ക് ഒരു ദൈവദാസനെ കാണുന്ന ഇന്നും ആ തോട്ടം ഊട്ടിയെങ്കിൽ തന്നെയും അവർക്ക് വലിയതാണ് കേട്ടോ അവർ കാണുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വർഷങ്ങൾ കടന്നു പോയതോ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് സാമ്പത്തികമായ രീതിയിലോ ഒരു ബുദ്ധിമുട്ടല്ല മറ്റുള്ളവരുടെ കൈ നീട്ടേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഡയറക്ടർമാരുണ്ട്, അവിടുത്തെ ഈ സൂപ്പർവൈസർമാരുണ്ട്. അവർ പറയും അയ്യാടെ ആ മക്കളില്ലേ എന്നാൽ സ്കൂൾ തുറന്നല്ലേ അവരിതിരിക്കട്ടെ പറഞ്ഞ് 10, 500 500ഒക്കെ അന്ന് വലിയ സംഖ്യയാണ്. 10, 100 ഒക്കെ തന്ന അമ്മമാരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നവരുമുണ്ട്. അല്ലെങ്കിലും തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരച്ഛന്മാർക്കും ഉദ്ദേശമാർക്കും പട്ടിണി വരത്തില്ല. സ്വന്തം സ്ഥലമുള്ളവർക്ക് പിന്നെയും കഷ്ടപ്പാടുണ്ടാവുള്ളൂ. അങ്ങനെ വലിയ സമൃദ്ധിയായിട്ടൊക്കെ കഴിഞ്ഞ ഒരു സന്തോഷത്തിനാള്. പിന്നെ ഞാൻ ഈ കുറത്തിക്കൂടെ അടുത്ത് ഇവിടെ പഴമള്ളിച്ചാലിൻ്റെ മൂട് വശത്ത് ഒരു 6 വർഷം സ്ഥാപിച്ചു. അവിടെ പോയി അവിടെ മുഴുവൻ ആനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കാട്ടുമേഖലയാണ്. ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ദുഃഖമുണ്ടായി. എന്നാൽ 10-22 വീട്ടുകാർ കടന്നു വന്ന് ഷെട്ടുണ്ടാക്കി നേരത്തെ ഞാൻ ട്രാൻസ്ഫർ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യനെല്ലിയിൽ 84 മുതൽ സൂര്യനെല്ലിയിൽ അച്ഛനായി കഴിഞ്ഞു. അവിടെ നിന്ന് എൻ്റെ പുത്തൻ കുർബാനയ്ക്ക് എൻ്റെ അമ്മാവന്മാർ വന്നപ്പോൾ അന്നത്തെ ആൾക്കൂട്ടവും പള്ളിയിൽ കാണുമ്പോൾ സന്തോഷം ചെമ്മണ്ണാറിൽ അവർ കുറേ സ്ഥലം ദാനമായി തന്നു.
ഞാനവിടെ പള്ളി വെച്ച് പുല്ലുകൊണ്ട് ഷെട്ടുണ്ടാക്കി മിഷൻ വീട് പണിത് ഞങ്ങൾ ചെല്ലുന്ന അച്ഛന്മാർക്കും ഉദ്ദേശമാർക്കും രാജോചിതം അല്ലെങ്കിലും ഒന്ന് തല വടക്കണം, അല്ലെങ്കിൽ പിന്നെ മൂന്നാറിനടുത്ത് വേണം ഒരു മുറി കിട്ടണമെങ്കിൽ, ചിന്നക്കനാലിനൊക്കെ വരണം. അതുകൊണ്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരവിടെ താമസിക്കാനൊക്കെ വലിയ ശക്തിയും വലുത്. അങ്ങനെ ആ കാലഘട്ടം വലിയ ഇങ്ങനെ സഭാജീവിതത്തിൻ്റെ കാലഘട്ടം. ഇപ്പം എൻ്റെ സമയം പറഞ്ഞാൽ 2-3 കാലഘട്ടം എനിക്ക് ഓർക്കാറുണ്ട്. 93 എൻ്റെ അപ്പം മരിച്ചു, അച്ഛൻ മരിച്ച് 1990 മധ്യ കേരള മഹാടവ രൂപം പ്രാപിച്ചു. ഈ 90 മുതൽ 93 വരെ ഞാൻ തിരുവനന്തപുരം ആണ് ഞാനവിടെ പോയി കൃപാമനുഷ്യ ചേർന്ന് തിയോളജി എടുത്തതും അവിടെ പോയി ശുശ്രൂഷയെ പറ്റി പഠിച്ചതും കൊണ്ടായിട്ട്. ഡോക്ടർ എസ് ആർ മനോഹർ പ്രിൻസിപ്പളായി ഒരു കോളേജ് നടത്തുന്നു. അവിടെ പൈസ പേ ചെയ്ത് ഞാൻ പഠിക്കുമായിരുന്നു. പൈസ ഓരോ വർഷവും 6000 രൂപ വെച്ച് പേ ചെയ്ത് പഠിക്കാമെന്ന്. എൻ്റെ മോനന്ന് കോളേജിൽ പഠിക്കുക, മോളും കോളേജിൽ പഠിക്കുക. മക്കൾ 2 ഭാര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അനിയത്തിമാരും അമ്മാവന്മാരൊക്കെ സഹായിച്ചു. അനിയന്മാരൊക്കെ പോയി കൂട്ട് കിടന്നു കാണാൻ. ഭാര്യയായി, പശു വളർത്തയായി, ആൾ വളർത്തായി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാകുമ്പോഴത്തേക്കും കുറച്ച് പൈസ ഉണ്ടാകും, പാലൊക്കെ വിറ്റ് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കും. ഞങ്ങൾ കുരുമുളക് ഒരു വർഷം ഒരു സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പൻ തറവാട്ടിലേക്ക് മാറി ആ സ്ഥലം എനിക്ക് വിട്ടു തന്നു. അതിൻ്റെ അകത്ത് കൃഷി ചെയ്ത് കുരുമുളക് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. പക്ഷേ 90 രൂപ ഒരു കിലോ കുരുമുളക് വിറ്റാൽ 30 രൂപ വില കിട്ടുകയുള്ളൂ, 3 രൂപ ഒരു കിലോയ്ക്ക്. ആ സ്ഥാനത്താണ് ഇന്നിപ്പം 7500 രൂപ ഇപ്പം കുരുമുളകിന് വിലയുണ്ട്. അപ്പം അങ്ങനെ കഷ്ടങ്ങളൊക്കെ കുറേ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ദുഃഖങ്ങളും പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് തിരുമേനിയുടെ ഒരു പുതിയ ഭാവി പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? ഈ സഭകളെ കുറിച്ചുള്ള പറ്റി പറഞ്ഞാൽ ഇപ്പം ആകുലതകൾ എന്താണ്? എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ഇവിടുന്ന് 2000 പോയി, സൗത്ത് ആഫ്രിക്കയിൽ പോയി. ഈയിടെയാണ് വലിയ ദുരന്തം ഞങ്ങൾക്ക് നേരിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുവരെ അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു. പെങ്ങളെ കെട്ടിച്ചൽ ബാധ്യതയുണ്ട്, അതെല്ലാം അവരെ പൈസ തന്നുകൊണ്ട് വിടുന്നത്. എനിക്കൊരു സുവിശേഷ വേലക്കാരനായതുകൊണ്ട് ഇത്രയല്ല വരുമാനമുള്ളൂ. പിന്നെ ഞാനും ക്ഷീണിതനായി ഒറ്റയ്ക്കായി. 2013 എൻ്റെ ഭാര്യ മരിച്ചു. 41 വർഷം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. എൻ്റെ മോന് 40 വയസ്സായപ്പോൾ എൻ്റെ മോൻ്റെ മരണ ദിവസവും എൻ്റെ ഭാര്യയുടെ ജന്മദിവസവും ഒരു തന്നെയാണ്. മോൻ്റെ ജന്മദിവസവും ഭാര്യയുടെ മരണ ദിവസം ഒന്ന് തന്നെയാണ്, മാർച്ച് 16. അപ്പോൾ അങ്ങനെയായപ്പം വലിയ ടെൻഷൻ അടിച്ചു. ഒരു 6 വർഷം ഞാൻ പറമ്പിൽ പണിയാതെ, തോട്ടത്തിൽ പോയില്ല, ഒരു സ്ഥലത്തും പണിയാതെ ആയപ്പം പള്ളിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമുള്ളൂ പുരാത്തന്. അങ്ങനെ ഇരുന്ന ആ കാലഘട്ടത്തിൽ വീട്ടിലും വരുമാനം കുറഞ്ഞു, പിള്ളേർക്കും ശക്തിയില്ലായി. ഞാൻ ഒരു 6 വർഷം ഇങ്ങനെ ഒരു നിർവികാരനെ പോലെ അങ്ങായിരുന്നു. ശുശ്രൂഷ നടത്തും പോകും. അങ്ങനെ ഇരുന്നപ്പോൾ പറമ്പിൽ ആദായം കുറഞ്ഞു, പറമ്പിൽ പണിയാതെ പിന്നെ കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 എൻ്റെ ഭാര്യ മരിച്ചു. 13 എൻ്റെ ഭാര്യ മരിച്ചപ്പോഴത്തേനും എൻ്റെ ഓർഡിനേഷന് വേണ്ടി ഈ ഡ്രസ്സും ആഭരണമൊക്കെ നമ്മൾ ഉണ്ടാക്കണം, പുസ്തകമൊക്കെ ഉണ്ടാക്കണം. അപ്പം അത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം വേണം. അങ്ങനെ ഇരുന്നപ്പോൾ അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞ്, പക്ഷേ ശമ്പളത്തിൽ വന്നപ്പോൾ എൻ്റെ മഹാടവക്കാർ പറഞ്ഞു, ഞങ്ങൾ തിരുമേനിക്ക് ഒരു ചെറിയ തുകയെ തരുവുള്ളൂ, തിരുമേനി വേണം, സീനിയോറിറ്റി അനുസരിച്ച് ഞാനാ ഉള്ളു, വേറെ ആരുമില്ല, ഇല്ലെങ്കിൽ മഹാടവ പിരിച്ചു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രസ്ഥാനം പിരിച്ചു വിടാൻ എളുപ്പമുണ്ട്, ഒന്നിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവരെ നിർബന്ധിച്ചാണ് ഞങ്ങളുടെ തിരുമേനി, ആദ്യത്തെ തിരുമേനി കാലം ചെയ്തത് 2015 ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 8 മാസം ബിഷപ്പില്ല. അന്നത്തെ ബിഷപ്പ് കമ്മീഷണറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. തിരുമേനിയുടെ ശവസംസ്കാരവും കൊച്ചമ്മയുടെ സംസ്കാരവും ഞാനാണ് നടത്തിയത്. പള്ളിമറ്റത്ത് കല്ലറകൾ സജ്ജീകരിച്ചു. ഞാനങ്ങനെ ഈ 8 മാസം ഞാൻ അഡ്മിനിസ്ട്രേറ്ററും കമ്മീഷണറായിട്ടും സേവനമന്വേഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു, ഞാൻ പലരെയും കണ്ടു, അവർ സമ്മതിച്ചില്ല. അങ്ങനെ എന്നോട് ആ കാര്യം നിർബന്ധിച്ച് അംഗീകരിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസക്കുറവ്, സാമ്പത്തികത്തിൽ കുറവ്, ആളില്ല, ഒരു ഗസ്റ്റ് വന്നാലും സ്വീകരിക്കാൻ പോലും എൻ്റെ വീട്ടിൽ ആളില്ലാത്തൊരു പരിസ്ഥിതിയായിരുന്നു.
അപ്പോഴാണ് ഇവരിത് കാര്യങ്ങളിത് ഈ പ്രസ്ഥാനങ്ങളൊക്കെ അന്നും ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു വീട്ടിൽ ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ ചെറുതല്ലല്ലോ. അപ്പോൾ അവരുണ്ടെങ്കിലല്ലേ ആരെങ്കിലും പെണ്ണുങ്ങളെ ആണെങ്കിലും ശുശ്രൂഷിക്കാൻ സഹോദരിമാരാണെങ്കിലും വയ്ക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കിട്ടാതെ ഞാൻ പറഞ്ഞു എന്നെ ആക്കരുത്. പല നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ ഒരു ബിഷപ്പിൻ്റെ സ്ഥാനത്ത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് വരുമ്പോഴല്ലേ ബിഷപ്പിൻ്റെ സ്ഥാനത്ത് ശുശ്രൂഷിക്കാനായിട്ട് വീടില്ലായിട്ടല്ല, പക്ഷെ അല്ല തിരുമേനി അത് ഞങ്ങളുടെ ആളല്ലേ, ഞങ്ങളത് സഹകരിച്ചെന്ന് പറഞ്ഞാണ് എന്നെ ബിഷപ്പ് ഈ 2016 മാർച്ച് മാസം 30 തന്നെ ഓർഡിനേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് പല രോഗങ്ങളും, എൻ്റെ BP കുറഞ്ഞു പോയി, പ്ലസ് പിന്നെ ഷുഗർ കുറഞ്ഞു പോയി, ശരീരത്തിന് ക്ഷീണം വന്നു. ഈ അടുത്താണല്ലോ എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോഴൊക്കെ മരണത്തോടനുഭവിച്ച ഈ മാനവീഴ്ചയിൽ എനിക്ക് മോളുണ്ട്. അവളൊരു SDAക്കാരുടെ ഹൈസ്കൂൾ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മലയാളം. അവളുടെ ഭർത്താവ് ചാനലിൻ്റെ ആളാണ്. അവർ സ്വന്തമായിട്ട് നടത്തുന്ന ചാനൽ അവർക്കുണ്ട്. അതുകൂടാതെ കേരള വിഷൻ്റെയും ദൃശ്യയുടെയും ഈ എല്ലാം ചാനൽ പുള്ളി അവരുടെ ആൾ തന്നെയാണ്. ഇപ്പം 3 പുള്ളി ആരുടെ അനുകൂലം പറ്റി 2 കൊച്ചുമക്കൾ അവിടെയുണ്ട്. ഇവിടെ 3 പെൺമക്കളായിരുന്നു, ഒരാൾ മരിച്ചുപോയി. 5 കൊച്ചുമക്കളാണ് എനിക്കുണ്ട് 2 പേരിലായിട്ടും. അങ്ങനെ അവരും അങ്ങനെ സന്തോഷമാണ് ഈ അടുത്തടുത്ത്. ഏതായിരുന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലും കൂടി പുരോഗതി തന്നിട്ടുണ്ട് ദൈവം. എൻ്റെ ഭവനത്തിന് മറ്റാർക്കും ലഭിക്കാത്തൊരു നന്മ സുവിശേഷവരൊക്കെ. അതുകൊണ്ടാണ് എൻ്റെ മകൻ വിദേശത്ത് പോകാനും അവിടെ ഓക്സ്ഫോർഡിൽ പോയി പഠിക്കാനൊക്കെ ഇടയായത്. അവിടെ അച്ഛനാക്കിയത് പട്ടക്കായി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അച്ഛനാണ്. പുള്ളിക്ക് അവിടെ ഇങ്ങോട്ട് പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടില്ല. അപ്പം പാർട്ട്ണറായിട്ട് വേറെ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് തിരുമേനിക്ക് പൊതുവെ വിശ്വാസികളോട് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എനിക്ക് വിശ്വാസം പറയാനുള്ളത്, ഞാൻ എൻ്റെ പ്രസംഗം ഒരു പ്രത്യേക ശൈലി. ഞാനെവിടെ പോയാലും വേദപുസ്തകം കൈ കിട്ടിയാൽ പിന്നെ അതും ഇതൊന്നും പറയാറില്ല. അവിടെ നിന്നുകൊണ്ട് പുൽപ്പറ്റിൽ നിന്നുണ്ടായിരുന്നാലും പബ്ലിക്കായിട്ടാണെങ്കിലും ഞാൻ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പറ്റിയല്ലാത്തതുകൊണ്ട് ഒന്നാമത് പോകുന്നില്ല, സ്റ്റേജ് കിട്ടാറില്ല. പാർട്ടി കൺവെൻഷനൊക്കെ വരുമ്പോൾ എനിക്കൊന്നേ പറയാറുള്ളൂ, നമ്മൾ കർത്താവിനായിട്ട് ജീവിക്കുക. ഇവിടെ കുട്ടിയും പാടിയും പിടിയേരി കൊടുത്തും ബിഷപ്പുമാരും അച്ഛന്മാരൊക്കെ സംബോധിക്കുന്നതിൽ അപ്പുറമായിട്ട് കർത്താവിൽ വിശ്വസിച്ച് എല്ലാവരും നിത്യരാജ്യത്തിൽ കാണണം. മാറ്റമില്ലാത്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണം. പിതാവ് നമ്മുടെ പിതാവാണല്ലോ, പുത്രനാണല്ലോ രക്തം തന്ന് വീണ്ടെടുത്ത്, പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ സഭയിരിക്കുന്നത്. ശുദ്ധീകരണം പ്രാപിക്കാത്ത ആർക്കും ദൈവത്തെ രാജ്യത്തെ കടക്കുവാൻ കഴിയത്തില്ല. ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ, ഇതാണ് എൻ്റെ മെയിൻ പ്രസംഗ വിഷയം. അതിന് ഞാൻ അധിഷ്ഠിതമായിട്ടായിരിക്കും ദൈവം അവൻ്റെ മടങ്ങി വരവ്. എബ്രായലേഖനം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറഞ്ഞ് ഒരു വാഗ്ദത്തങ്ങളല്ലേ നിറവേറാനുള്ളിന്. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുക. നിങ്ങൾ സമ്പാദിച്ചാലും നിങ്ങൾ കിട്ടുന്ന ഒരംശം ദൈവാലയത്തിന് കൊടുക്കുക, ദൈവദാസന്മാർക്ക് കൊടുക്കുക, ദൈവസഭയെ സഹായിക്കുക. സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരു ആവോളം നമ്മളങ്ങ് സഞ്ചരിക്കുക. എന്നുവെച്ചാൽ കർത്താവ് പറഞ്ഞ എൻ്റെ വരെ ചെയ്യാൻ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അവൻ്റെ വിശുദ്ധ സംസർഗ ശുശ്രൂഷ, മറ്റൊന്ന് എന്താ കർത്താവിൻ്റെ രാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുക. ഇതാണ് ദൈവം ഇതിൻ്റെ കടമയെന്നാണ് ഞാൻ പ്രസംഗിക്കുക പറയുന്നത്. ഓക്കെ, ഇത്രയും സമയം തിരുമേനിയോട് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഇനി എന്തെങ്കിലും ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതാനുഭവം മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ അങ്ങനെ ഒരു പബ്ലിസിറ്റി അറിയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. കാരണം ദൈവം അറിയുന്നു, ദൈവം അറിയുന്നു. പിന്നെ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, കർത്താവിനെ എല്ലാവരും അറിയുക, അവൻ്റെ രാജ്യത്തെ എന്നെ വേണ്ടി ഓടുക, പ്രവർത്തിക്കുക, അവൻ്റെ സഭയിലേക്ക് കിടക്കുക. വിശ്വാസിച്ചാൻ പറയാറുണ്ട്, പള്ളി കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ വീടാണ്. ആ വീട് കഴിഞ്ഞ് പള്ളി വരും. അപ്പോൾ ആ വീടിനെ സഭയെ ഒരുപോലെ സ്നേഹിക്കണം, അവനെ ഒരുപോലെ കാണണം. സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനേ ഉള്ളൂ. അത് ഭവനത്തിൽ അനുഭവിക്കണം, സഭയിൽ അനുഭവിക്കണം. ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഓരോ അപ്പോസ്തലനും പറയുന്നത്. ആ ആപ്തവാക്യത്തെ മുൻനിർത്തി എനിക്ക് പറയുവാനുള്ള ഏതൊരാളും നമ്മൾ വെറും ഒരു ക്രിസ്ത്യാനിയായിട്ട് ലോകം അറിയേണ്ടതിനായിട്ടല്ല, കർത്താവ് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടും. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം തിരുമേനിയോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തിരുമേനി പ്രാർത്ഥന. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായ നന്ദിയോടെ സ്തോത്രം. ഞാൻ വിചാരിച്ചായിരുന്നില്ല കർത്താവേ, ആദൃശ്യമായിട്ട് അങ്ങയുടെ ദാസൻ കടന്നു വരുവാനും ഞങ്ങളുടെ ശുശ്രൂഷയിലും ദുഃഖത്തിലൊക്കെയും പങ്കുചേരുവാനും ഈ UP-യിലുള്ളതായിരിക്കുന്ന ഈ
ഈ ചാനൽ മൊത്ത കർത്താവെ സംസാരിക്കുവാനിടയായല്ലോ. അവിടെയും ദൈവപക്ഷത്തൊരു കൂട്ടം ആൾക്കാർ ഒരുക്കണമേ. കർത്താവിൻ്റെ ദാസനും ടീമും ഒരു വലിയ പ്രതികൂലങ്ങളുടെ മധ്യയാണ് കർത്താവിന് വേല ചെയ്തത്. കേരളത്തെപ്പോലുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴില്ലല്ലോ കർത്താവെ. താമസിയാതെ അവിടെ ഉണ്ടായി എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ സഹായിക്കണം. തമ്മിൽ കാണുവോളും കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അടിയൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എൻ്റെ വിശ്വാസികളെയും സഭകളെയും ദൈവഭക്തന്മാരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.